ഹലോ, എൻ്റെ പേര് യാനിസ്. ഞാൻ മാള ഹോളി ഗ്രേസിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ കുട്ടികളൊക്കെ കണ്ടു, 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കണം. അപ്പോൾ ഞാൻ ഈ കോഴ്സ് ജോയിൻ ചെയ്തത് കഴിഞ്ഞ വർഷമാണ്. സോ 9th ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇവരൊക്കെ ഈ ചെറിയ ഏജിൽ തന്നെ ഈ ഫൗണ്ടേഷൻ കോഴ്സിൽ കയറുമ്പോൾ അതിൻ്റെതായ അഡ്വാൻറ്റേജ് അവർക്ക് ഉണ്ടാവും. കാരണം ചെറിയ പ്രായം മുതലേ ആ ഒരു കോഴ്സ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഒരു +1 +2 ഒക്കെ ആകുമ്പോഴേക്കും പിന്നെ ഈ ഇപ്പോൾ നമ്മൾ IIT എടുക്കണമെന്നുണ്ടെങ്കിൽ XNYയിൽ എന്നെ ജോയിൻ ചെയ്ത് ടാർഗറ്റ് IIT പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടിന്യൂവേഷൻ, ഇപ്പോൾ 7ാം ക്ലാസ് 6ാം ക്ലാസ് അത് മുതലുള്ള ആ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് +2 IITയുടെ എക്സാം JEE എഴുതുന്ന വരെ കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുമ്പോൾ നല്ല അഡ്വാൻറ്റേജ് കിട്ടും നിങ്ങൾക്കൊക്കെ. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അതിൽ കയറുന്നത് ഭയങ്കര നല്ലതാണ്. പിന്നെ ഫേക്കൽറ്റീസിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫേക്കൽറ്റീസ് ആണ്. പിന്നെ പ്രത്യേകിച്ച് ആരുടെയും ക്വാളിഫിക്കേഷൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും നല്ല സപ്പോർട്ടീവും എന്താ പറയുക യുണീക്കും ആയിട്ടുള്ള ഫേക്കൽറ്റീസ് ആണ് എല്ലാവരും. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ മെൻറ്റേഴ്സാണ്. പേഴ്സണൽ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ലെവൽ ആണ് ഇവിടെ ഉള്ളത്, നമ്മുടെ മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാനുണ്ടാവും. അത് പ്രത്യേകിച്ച് നിങ്ങൾ ഇത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ കഴിഞ്ഞ വർഷം ഫെമിന മാം ആയിരുന്നു, പിന്നെ ഈ വർഷം റുവിത മാം ആണ്. അപ്പോൾ രണ്ടുപേരായാലും നല്ല മോട്ടിവേഷനും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നിങ്ങളിപ്പോൾ നേരത്തെ മുതൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഇന്ന് എഴുതിയ ഈ NSMC എക്സാം പോലെ നിങ്ങൾ എക്സാംസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം കോമ്പറ്റേറ്റീവ് എക്സാംസ് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ CBSE പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, CBSE ഇപ്പോൾ ബോർഡ് എക്സാമിനാണെന്നുണ്ടെങ്കിലും MCQ ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ MCQ എന്ന് പറയുമ്പോൾ 4 ഓപ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി ആയിരിക്കില്ല. വലിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടും വെറും 4 ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ഈ ഓപ്ഷൻസ് നമ്മളിപ്പോൾ ചെറിയൊരു തെറ്റ് വന്നാലും നമുക്ക് ഓപ്ഷൻ കിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എത്ര വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും 1 മാർക്കേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് MCQ ക്വസ്റ്റ്യൻസിൻ്റെ നമ്മൾ കേൾക്കുമ്പോൾ ഈസി ആണെങ്കിലും MCQ ക്വസ്റ്റ്യൻസ് കൂടിയത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ ഈ ചെറിയ പ്രായം മുതൽ ടേം എക്സാംസ് ആയാലും യൂണിറ്റ് എക്സാംസ് ആയാലും നിങ്ങൾക്ക് ഈ ട്രെയിനിങ് കിട്ടുന്നുണ്ട്. MCQ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള 4 ഓപ്ഷൻ ഉള്ളപ്പോൾ അത് കറക്റ്റായിട്ട് കറക്റ്റ് ഓപ്ഷൻ കറക്റ്റ് ടൈമിൽ, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് 1 hourൽ 40 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ടൈം മാനേജ്മെന്റും പഠിക്കും. നമ്മൾ എക്സാം ഹാളിൽ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് എഴുതാൻ പറ്റും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ താങ്ക് യു.